Hi, hello, welcome back to our YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. എനിക്ക് വന്ന കുറച്ച് മെസ്സേജസിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ദ തിങ് ഈസ് നമ്മൾ എല്ലാവരും ജോബിന് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഗൂഗിളിനെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പാടുമോ? ഒരിക്കലും പറ്റത്തില്ല. അതിൽ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ളതും ഒരുപാട് ശരിയായിട്ടുള്ളതും പല വെബ്സൈറ്റ്സും ഉണ്ടാകും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിലെ ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഒക്കെ തിരിച്ചറിയാം? ടു ബി ഫ്രാങ്ക്, എനിക്കും വലിയ ധാരണ ഒന്നുമില്ല. പക്ഷെ എനിക്ക് അറിയാവുന്ന കുറച്ച് എന്റെ ഒബ്സർവേഷനിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ലോജിക്കലി എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കാം എന്നുള്ളത് പറഞ്ഞുതരാം. നിങ്ങൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ഗൂഗിളിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ അല്ലെങ്കിൽ വേക്കൻസീസ് ഇൻ ഏവിയേഷൻ ജോബ് എന്നൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ കാണിച്ചു തരും. പക്ഷെ ഇതിനകത്ത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും എന്നുള്ളത് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. എനിക്ക് തോന്നുന്നു ഗൂഗിളിനും അറിയുന്നുണ്ടാവില്ല ഫേക്ക് ആയിട്ടുള്ളത് ഏതാണെന്ന് തോന്നും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി കെയർഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് കുറച്ച് മെസ്സേജസ് ഓൾറെഡി വരാറുണ്ട്. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ഒരു മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനായിട്ട് കുറച്ച് ഡിലേ ആയിട്ടുണ്ടായി. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം സോ സോറി ഫോർ ദാറ്റ്. കാരണം എനിക്കും ഈ പറഞ്ഞ പോലെ പേഴ്സണലി ടൈമിന്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട്. കാര്യം ഞാൻ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് രാത്രിയും ഇടയ്ക്കൊക്കെ വൈകിട്ടാണ് വരുന്നത്. 8 മണി 8:30 ഒക്കെ ആയിട്ടാണ് വീട്ടിലെത്തുന്നത്. പിന്നെ എനിക്ക് ഒട്ടും തന്നെ ടൈം ഇല്ല. ഡെയിലി എനിക്ക് ഇങ്ങനെ റിപ്ലൈ തരാൻ, ഇപ്പം മെസ്സേജസിനാണെന്നുണ്ടെങ്കിലും കമന്റ്സിനാണെന്നുണ്ടെങ്കിലും റിപ്ലൈ തരാനായിട്ടുള്ള ടൈം കിട്ടാറില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ദിവസം മേ ബി ഒരു വീക്കെൻഡ് ഒക്കെ ആയിരിക്കും ഞാൻ ഇരുന്നിട്ട് റിപ്ലൈ തരുന്നുണ്ടാവും. എനിക്കിങ്ങനെ ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഇങ്ങനെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്, ഇത് നല്ലതാണോ, ഞാൻ അപ്ലൈ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പക്ഷെ ഞാൻ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആള് പറഞ്ഞു വൈകി പോയി, ഞാൻ എന്റെ പൈസ എല്ലാം പോയി, ഐ തിങ്ക് ഒരു അറൌണ്ട് 3000 റുപ്പീസ് ആളുടെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഐ ഫീൽ സോ ബാഡ്. ഇതുപോലെ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓരോ എയർലൈൻസിന്റെയും ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ്സിൽ സെർച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പൊ അവിടെ ഒഫീഷ്യൽ ആയിട്ട് ഗൂഗിളിൽ തന്നെ അവർക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള പേജസ് ഉണ്ടാവുമല്ലോ, വെബ്സൈറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിലും അത്തരത്തിലും അവർക്ക് ഒഫീഷ്യൽ പേജസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ അവർ റിക്രൂട്ട്മെന്റിന്റെ ആ ഒരു ടൈമിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും. ഇപ്പൊ ഇന്ന് ഇതിനു വേണ്ടി ഹയർ ചെയ്യുന്നുണ്ട്, അപ്ലിക്കേഷൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ അതിലൊക്കെ വരുന്നത് ഫോളോ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫിന്റെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ കണ്ടുപിടിക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ മോസ്റ്റ് ഓഫ് ഓൾ എല്ലാ എയർലൈൻസും തന്നെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസീസ് വഴിയാണ് ഈ ഗ്രൗണ്ട് സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്നത്. അതായത് ഈ എയർലൈൻസിന് ഈ പറയുന്ന ഇപ്പൊ സെലിബിയോ BWFSO പോലെയുള്ള കമ്പനീസ് ആയിരിക്കും ഗ്രൗണ്ട് സ്റ്റാഫിന് അവരുടെ സ്റ്റാഫിനെ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഫോർ സ്മൂത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിൽ ചെയ്യുന്നത്. സോ അത്തരത്തില് ഗ്രൗണ്ട് സ്റ്റാഫിന്റെ നമുക്ക് ഡയറക്റ്റ് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം എയർലൈൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സ്പൈസ് ജെറ്റ് ഡയറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇൻഡിഗോ ഡയറക്റ്റ് വാക്ക് ഇൻ ഇന്റർവ്യൂസ് ആണ്. അപ്പോൾ അത്തരത്തിൽ കുറച്ച് എയർലൈൻസ് മാത്രമേ ഡയറക്റ്റ് നമുക്ക് ഗ്രൗണ്ട് സ്റ്റാഫിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ഈ പറയുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസീസ് വഴിയാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഒഫീഷ്യൽ ആയിട്ടുള്ള പേജസ് ഫോളോ ചെയ്യുക. അതുപോലെ ക്യാബിൻ ക്രൂ ആണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ഓൾ എല്ലാ എയർലൈൻസും തന്നെ ഡയറക്റ്റ് ആണ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ ഇവര് എപ്പോ ഏത് ഇന്റർവ്യൂ നടത്തുന്നുണ്ടെങ്കിലും അവരുടെ വെബ്സൈറ്റിൽ വി ആർ ഹയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഇന്ന ജോബ് പോസ്റ്റ് ആൻഡ് നിങ്ങൾ എങ്ങനെയാണ് അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് ആ ഒരു ജോബിനുള്ളത് എന്നൊക്കെ പറയുന്ന ഫുൾ ഡീറ്റെയിൽസും അതിൽ ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഉള്ളതിൽ മാത്രം ചെന്ന് അപ്ലൈ ചെയ്യുക. ഇപ്പൊ ഇതിലൊക്കെ ആണെങ്കിൽ ചിലപ്പം അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പോകാനായിട്ട് പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ളതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം വായിച്ചു നോക്കി കറക്റ്റ് ആയിട്ട് മെയിലും കാര്യങ്ങളൊക്കെ അയക്കാം. അതല്ലാതെ നിങ്ങളിപ്പോ ഗൂഗിളിലൊക്കെ കാണുന്നത് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഇത്തരത്തില് പൈസ നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ അധികമുണ്ട്. ഇപ്പൊ എനിക്ക് ഈ ഒരു കുട്ടി മാത്രമല്ല, മുൻപും പലരും ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റിലൊക്കെ ചെയ്തിട്ട് ഇതുപോലെ പൈസ നഷ്ടപ്പെട്ടു. ഈവൻ എൻ്റെ ഒരു ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി റിയലൈസ് ചെയ്തത് തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ടല്ലേ എന്നുള്ളത്. ഇന്റർവ്യൂവിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എമൗണ്ട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം
എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എമൗണ്ട് വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് കെയർഫുൾ ആയിട്ട് ചിന്തിക്കുക, ഇങ്ങനെയൊക്കെ ചോദിക്കൂ എന്നുള്ളത്. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഒരു എയർലൈൻസും നിങ്ങളോട് ഇന്റർവ്യൂ അറ്റൻഡ് എമൗണ്ട് ചോദിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് ഇന്റർവ്യൂ ഒക്കെ ആണെങ്കിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ്, നമുക്ക് ഡയറക്റ്റ് പോവാം. ഒരു എമൗണ്ട് അവർ എന്തായാലും ചോദിക്കും. എയർലൈൻസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ഒരു എമൗണ്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. പക്ഷെ അത് എല്ലാ ക്രൈറ്റീരിയൻസും, അതായത് ഈവൻ നമ്മുടെ മെഡിക്കൽ ചെക്കപ്പ് അടക്കം കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഈ പറയുന്ന ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരുള്ളൂ. അത് നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു എമൗണ്ട് ആണ്. നമ്മൾ അവിടുന്ന് റിസൈൻ ചെയ്ത് പോരുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടുന്ന ആ ഒരു എമൗണ്ട് ആണ് അവിടെ അടയ്ക്കേണ്ടി വരിക. ഇപ്പൊ ഗ്രൗണ്ട് സ്റ്റാഫിനാണെങ്കിലും ഏവിയേഷൻ ഫീൽഡിലെ ഏത് വർക്കിനാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ഇന്റർവ്യൂവിൽ സെലക്ടഡ് ആയി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും മെഡിക്കൽ എന്ന് പറയുന്ന ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ പറയുന്ന പേയ്മെന്റ് ഒക്കെ വാങ്ങുള്ളൂ. അപ്പൊ അതൊക്കെ മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ചിട്ട് വേണം ഈ ഒരു ഇതിലേക്ക് എടുത്ത് ചാടാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് എനിക്ക് പറയാനുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ തന്നെ ലോജിക് വൈസ് ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രം പണം ഇടപാടുകൾ നടത്തുക. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും അധികം എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആൾക്കാർ ചോദിക്കുന്നത്. ഒന്ന്, ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ വെബ്സൈറ്റ്സിൽ അപ്ലൈ ചെയ്യാമോ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ എൻ്റെ റിപ്ലൈക്ക് വേണ്ടി കാത്തു നിൽക്കണമെന്നോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യണമെന്നോ എൻ്റെ റിപ്ലൈ കേട്ടിട്ട് അപ്ലൈ ചെയ്യാതിരിക്കണമെന്നോ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കേ അറിയില്ല അത് ഫേക്ക് ആയിട്ടുള്ളതാണോ നല്ലതാണോ എന്നൊന്നും. എനിക്കൊന്നും ആർക്കും അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. എനിക്ക് നിങ്ങളെ ചിലപ്പോ ഒന്ന് ലൈക്ക് എന്റെ അറിവ് വെച്ചിട്ടൊന്ന് പറഞ്ഞു തരാൻ പറ്റിയിരിക്കും. അതല്ലാതെ ഇത് ഫേക്ക് ആണ്, ഇത് കറക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ ഗൈഡ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. കാരണം നമുക്കറിയില്ല, ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. മേ ബി ചിലപ്പോൾ പൈസ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ജോലി കിട്ടുന്ന അങ്ങനെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അപ്പോ അതിനെ പറ്റിയിട്ട് ഞാൻ പറയാനായിട്ട് ആളല്ല. സോ അത് ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ പേര് പറഞ്ഞിട്ട്, ഓരോ കോഴ്സിന്റെ പേര് പറഞ്ഞിട്ട്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ കോഴ്സ് ചെയ്താൽ നല്ലതാണോ അല്ലെങ്കിൽ മറ്റേ കോഴ്സ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കോഴ്സിന്റെ കാര്യം വേണമെങ്കിൽ എനിക്ക് കുറച്ച് പറഞ്ഞുതരാൻ പറ്റുമായിരിക്കും. പക്ഷെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് നൽകിയിട്ട് അതിനെ കുറിച്ചിട്ട് ലൈക്ക് നല്ലതാണോ, അവിടെ പഠിച്ച ജോലി കിട്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ഉത്തരം പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് ഇത് നല്ലതാണ് എന്നെനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. കാരണം ഇപ്പൊ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുകയാണ്, ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു ക്വാളിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താണ് എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. പക്ഷെ വേറൊരു സ്ഥലത്ത് ചിലപ്പോൾ ഞാൻ കേട്ടുപരിചയമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കാം, ഞാൻ ഇതുവരെ പോയി എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സ്ഥലത്തെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരാനോ അല്ലെങ്കിൽ അവിടെ പഠിച്ചോളൂ എന്ന് പറയാനോ പഠിക്കണ്ടെന്ന് പറയാനോ പറ്റത്തില്ല. സോ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് മാത്രമേ കിട്ടുള്ളൂ. അവിടെ പഠിച്ച ആരോടെങ്കിലും ഒക്കെ ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പൊ ഇതാണ് 2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഏത് ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് പൈസയുടെ കാര്യം വരുമ്പോൾ പ്രത്യേകിച്ചും. കാരണം നമുക്കൊരു 500 രൂപയാണെങ്കിലും 1000 രൂപയാണെങ്കിലും എത്ര രൂപയാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ആരും വെറുതെ തരുന്നില്ല. നമ്മൾ അധ്വാനിച്ച് തന്നെ ഉണ്ടാക്കുന്ന പൈസയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പൈസയൊക്കെ സൂക്ഷിച്ചും കണ്ടും മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചെലവാക്കുക. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം ഇത്രയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ മൈൻഡിൽ വെക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും അല്ലെങ്കിൽ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ എന്താണ് ചെയ്യേണ്ടതെന്ന് വല്ല സജഷൻ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പൊ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കണ്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ആൻഡ് ബൈ.